5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കുലംകുത്തി പരനാറി ഇപ്പോൾ വർഗവഞ്ചകൻ. കടക്ക് പുറത്ത് മുഖ്യമന്ത്രിയുടെ ഭാഷാ നിഘണ്ടുവിൽ പഴയതാണെങ്കിലും പുതിയ രീതിയിൽ അദ്ദേഹം ഒന്നുകൂടി ആ വാക്ക് നിഘണ്ടുവിൽ നിന്നെടുത്ത് വായിച്ചു. നിലമ്പൂരിൽ പോയി അൻവറിനെ കുറിച്ച് പ്രസംഗിച്ചിരിക്കുകയാണ്. നാളിതുവരെ അൻവറിനെക്കുറിച്ച്, അൻവർ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഓഫീസിലെ പി ശശിയെക്കുറിച്ച് പറഞ്ഞു, വലിയ വിവാദം ഉണ്ടാക്കി. മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി പറഞ്ഞു, അജിത്തിനെ കുറിച്ചുള്ള പരാതി പറഞ്ഞു, ധാരാളം കേസുകൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ അവിടുത്തെ ഒരു SP പേരിൽ കേസുണ്ടാക്കി. ഒരുപാട് കാര്യങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഒരു നിമിഷം പോലും ഈ നിലമ്പൂരിലെ നമ്മുടെ അൻവറിനെ തള്ളിപ്പറഞ്ഞില്ല. തിരുവനന്തപുരത്ത് ഏതോ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇദ്ദേഹം വഞ്ചകനാണ്, ഇദ്ദേഹം പാർട്ടിയിൽ നിന്നിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നലെ അതിരൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി പറഞ്ഞു വർഗവഞ്ചകനാണ് അദ്ദേഹം. ഒരു വർഗവഞ്ചകൻ ഉപയോഗിച്ച് ഇറങ്ങിപ്പോയപ്പോൾ 12 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. ഈ തെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയതാണ് ആ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞ് അൻവറിനെ വല്ലാതെ കുത്തി. ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് NK പ്രേമചന്ദ്രൻ, മുൻ മന്ത്രിയും അതുപോലെ ഇപ്പോൾ MP കൊല്ലം MP ആയിട്ടുള്ള NK പ്രേമചന്ദ്രൻ്റെ RSP ഒരു കൊല്ലം സീറ്റിന്റെ പേരിൽ വിട്ടുപോയപ്പോൾ അന്ന് പറഞ്ഞത് പരനാറികൾ നമ്മുടെ പാർട്ടിയിൽ കൂടെ നിന്ന കുറെ പരനാറികൾ പോയി എന്നാണ്. അതിനു മുമ്പേ TP ചന്ദ്രശേഖരനെ പോലെയുള്ള ആളുകൾ TP ചന്ദ്രശേഖരനെ കൊല്ലുന്നതിന് മുമ്പും അദ്ദേഹത്തിന്റെ കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുമ്പ് അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് കുലംകുത്തികളാണ് ഇവരൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ അച്യുതാനന്ദനെ പിതൃശൂന്യൻ എന്ന് വിളിച്ചിട്ടുണ്ട് സ്വരാജ്. അത് പോട്ടെ, അത് മോൻ അച്ഛനെ അപ്പൂപ്പനെ വിളിച്ചതായിട്ട് നമുക്ക് കളയാം. പക്ഷെ എന്തായാലും മുഖ്യമന്ത്രി വളരെ ഗൗരവമായി നിലമ്പൂരിൽ ഇത്തരം വാർത്തകൾ പറഞ്ഞിട്ടുണ്ട്. വർഗവഞ്ചകന്മാരെ തോൽപ്പിക്കണം, വർഗവഞ്ചകനാണെന്ന്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഡിക്ഷണറി പുതിയ പുതിയ വാക്കുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നു. ഉള്ള വാക്കുകൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും എല്ലാവരും സാഹൂതം കേട്ടിരുന്നത്, ശ്രദ്ധിച്ചിരുന്നത് കുലംകുത്തിക്ക് ശേഷം, പരനാറിക്ക് ശേഷം, പുതിയ വർഗവഞ്ചകന് ശേഷം പകരം പുതിയൊരു വാക്ക് കിട്ടും എന്നാണ്. എന്തായാലും ആ പ്രതീക്ഷ നടന്നില്ല. നമുക്കിനി കാത്തിരിക്കാം. പുതിയ പുതിയ വാക്കുകൾ എന്തായാലും മുഖ്യമന്ത്രിയിൽ നിന്ന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതൃത്വക്കാർ കൂടെ നിൽക്കുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കും, മാറിപ്പോകുമ്പോൾ അവർക്കെതിരെ വർത്തമാനം പറയും. അവർ കുലംകുത്തികളും പരനാറികളും വർഗവഞ്ചകരും ഒക്കെ ആകും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ്. കൂടെ നിൽക്കുമ്പോൾ, സ്നേഹിച്ച് നിൽക്കുമ്പോൾ മച്ചമ്പി അളിയൻ, മാറിപ്പോകുമ്പോൾ വലിയ തർക്കവും വിവാദവും ചൂഷകനും വഞ്ചകനുമൊക്കെയായി മാറും. അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് കാണുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ നിലമ്പൂരിൽ പോയി മുഖ്യമന്ത്രി പ്രസംഗിച്ച കൂട്ടത്തിൽ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്, അൻവർ വർഗവഞ്ചകനാണ്. ആ വർഗവഞ്ചകൻ വിചാരിച്ചത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത്. അതുകൊണ്ട് തന്നെ വർഗവഞ്ചകനെ ഒറ്റപ്പെടുത്തുക. ഇത് കേട്ടതുടൻ തന്നെ അൻവർ പ്രതികരിച്ചു, മുഖ്യമന്ത്രി വന്നത് നന്നായി. എന്തായാലും അദ്ദേഹം ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ ഇവിടുത്തെ വന്യമൃഗങ്ങളുടെ ശല്യത്തെക്കുറിച്ചോ ആദിവാസികളുടെ ഭൂസമരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അനന്ത് മരിച്ചുപോയതിനെക്കുറിച്ചോ ആശാവരുടെ സമരത്തെക്കുറിച്ചോ ഒന്നും പറയാതെ എന്നെ വർഗവഞ്ചകൻ എന്ന് വിളിക്കാൻ അദ്ദേഹം സമയം ഉപയോഗിച്ചല്ലോ. അതുകൊണ്ട് തന്നെ CPM-ന് കിട്ടുമായിരുന്ന 10 വോട്ട് കൂടി ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ ഞാൻ ജയിക്കും എന്നാണ് അൻവറിന്റെ ആത്മവിശ്വാസം കൂടിയിട്ടുള്ളത്. മുഖ്യമന്ത്രി അവിടെ ചെന്നപ്പോൾ അൻവർ പറയുന്നത് അദ്ദേഹത്തിന്റെ വോട്ട് ഇരട്ടി 10 മടങ്ങ് കൂടിയിട്ടുണ്ട്, ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. എന്തായാലും ആരാണ് വർഗവഞ്ചകൻ? വിട്ടുപോയവരാണോ, കൂടെ നിന്നവരാണോ, തള്ളിക്കളഞ്ഞവരാണോ, ഒപ്പമുള്ളവരാണോ വർഗവഞ്ചകനെന്നും വർഗവഞ്ചകരെന്നും കാലം തെളിയിക്കട്ടെ. എന്തായാലും നമ്മുടെ അൻവർ വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. വർഗവഞ്ചകനായാലും വഞ്ചകനല്ലെങ്കിലും അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ഗിയർ മാറ്റി പിടിച്ചിട്ടുണ്ട്.